ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഗോൾഡ് ലീഫ് ഉപയോഗിച്ചിട്ട് ഡ്രോയിങ്സ് ഭംഗിയാക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ ചെയ്തുകൂടാ? നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. എന്താണ് ഗോൾഡ് ലീഫ്, എന്താണ് അതിൻ്റെ റേറ്റ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത്. ഇത് മോണ്ട് മാർട്ട് എന്ന ബ്രാൻഡിൻ്റെ ഗോൾഡ് ലീഫാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ആദ്യം തന്നെ ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് 25 ഷീറ്റ്സ് ആണുള്ളത് ഗോൾഡ് ലീഫിൻ്റെ. ഇതിൻ്റെ റേറ്റ് MRP റേറ്റ് വരുന്നത് 350 രൂപയാണ്. ഇതിൻ്റെ താഴെ അവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും 325 രൂപ. ഇതിപ്പോൾ ഞാൻ കൊച്ചിയിൽ കാക്കനാടുള്ള ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അവർ ഒരുപാട് ഐറ്റംസിന് ഇതുപോലെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. MRP റേറ്റിനും കുറവിന് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇത് അവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ലീഫ്. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 ഷീറ്റ്സ് ആണുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കിൽ ഡയറക്ഷൻസ് ഫോർ യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. To ensure work surface is clean and free from dirt, dust, oil, use a soft brush to apply lift up the. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഗ്ലൂ വേണം, പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷും വേണം. ഇത്തരം കാര്യങ്ങളാണ് ആവശ്യം. ജസ്റ്റ് ഫസ്റ്റ് ഒരു ഡെമോ നമുക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ ഡ്രോയിങ്ങിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഡ്രോയിങ് ബുക്കിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സർഫസ്, ഒരു നോർമൽ ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്. ഇത് ശ്വാസം തട്ടിയാൽ ഇങ്ങനെ പറന്നു പോകും എന്നുള്ള ലെവലിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഗോൾഡ് ലീഫ് ഉള്ളത്. നമ്മുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ പറ്റി പിടിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ച് നോക്കാം. അത് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഗ്ലൂ നമ്മൾ നമ്മുടെ പേപ്പറിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ റാൻഡമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ഷീറ്റ് വെച്ച് എന്താ സംഭവിക്കണേ നോക്കാം. എനിക്കത് ഫുള്ള് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ജസ്റ്റ് ഒരു പാർട്ട് കീറെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് കീറെടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ സോഫ്റ്റാണ് ഈ കാണുന്ന പോലെ. ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലൂവിൽ ഇങ്ങനെ പ്രസ്സായിട്ട് ഭാഗങ്ങൾ ഒട്ടിയിരിക്കും. ബാക്കി ഭാഗം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് അമർത്തി ഇതാക്കി കൊടുക്കുന്ന സമയത്ത് ബാക്കി ഭാഗങ്ങൾ വിട്ടുപോരും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഗ്ലൂ തേച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബാക്കി ഭാഗം അവിടെ നിന്ന് വിട്ടുപോയിട്ട് ആ ഷേപ്പിൽ നമുക്ക് ആ ഗോൾഡിൻ്റെ പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഡ്രോയിങ്ങിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഡ്രോയിങ്ങിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു സർക്കിൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഗ്ലൂ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം ഗ്ലൂ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, പുറത്തേക്ക് പോകാതെ കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഞാൻ ഒരുപാട് കാലിഗ്രഫി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഈ ഗോൾഡ് ലീഫ് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഒരു കമ്മീഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിന് ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സർപ്രൈസായിട്ട് ഇതുപോലെ ഒരു ഗോൾഡ് ലീഫിൻ്റെ ഒരു പാറ്റേണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു സർപ്രൈസ് എലമെൻ്റ് അല്ലേ. പിന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡ് കളർ വരുന്നത് ആക്ച്വലി നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ടൈം എടുത്തിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. കറക്റ്റ് ബോർഡറൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഗോൾഡിൻ്റെ ഷീറ്റ് വെക്കാം. നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ എന്തോ ഇത് എടുക്കുന്ന സമയത്ത് ഗ്ലൗസ് ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടു. വളരെ സോഫ്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഗ്ലൂ ഒന്ന് അതിലൊന്ന് ഒട്ടിയിട്ട് വേണം നമുക്കിത് ഇളക്കി മാറ്റാനായിട്ട്. സോ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മാറ്റി നോക്കാം. ഇതിൽ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി മാറ്റാന്നുള്ളത്. കുറച്ച് റാൻഡമായിട്ട് ഇങ്ങനെ ബ്രഷിൻ്റെ സ്ട്രോക്സ് ഇടാം. അപ്പോൾ ഇതിങ്ങനെ ഇളകി പൊക്കോളും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സർക്കിൾ വരച്ചതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കറക്റ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ നല്ല എഫക്റ്റാണ് കാണാനായിട്ട്. സോ അതാണ് നമ്മുടെ ഗോൾഡ് ലീഫിൻ്റെ വീഡിയോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.